യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു കഷ്ടം വന്നിരിക്കുന്നു എന്ന വാർത്ത യേശു കേട്ടു. ബഥാനിയിലെ ലാസർ ദീനമായി കിടക്കുന്നു. യേശു കർത്താവ് ആ വാർത്ത കേട്ടിട്ട് ബഥാനിയിലേക്ക് പോകാതെ താനിരുന്ന പട്ടണത്തിൽ തന്നെ പാർത്തു. ലാസറിൻ്റെ ദീനം അതികഠിനമായി. ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചിട്ട് 4-ാമത്തെ പകലാണ് യേശു ബഥാനിയിലേക്ക് ചെല്ലുന്നത്. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത അറിയിച്ചിട്ടും എന്തുകൊണ്ട് യേശു വന്നില്ല എന്ന ചോദ്യങ്ങൾ ശക്തമാണ്. പലരുടെയും അകത്ത ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവൻ എന്തുകൊണ്ട് വന്നില്ല? അവൻ ഏറ്റവും പ്രിയനായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്ന ചോദ്യം ബഥാനിയിൽ ശക്തമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ പകൽ യേശു ബഥാനിയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. എന്നാൽ ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുവാനിടയാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു വീട് വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് വിചാരപ്പെട്ടു. എന്നിട്ട് സന്തോഷിക്കുകയാണ്. അവർ വിശ്വസിക്കുവാനിടയാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അകത്ത് പലവിധമായ വിചാരങ്ങളുണ്ട്. നമ്മെ ചില വേദനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ ഇന്ന് പകൽ കടത്തിവിടുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ആരെയൊക്കെയോ ഓർത്ത് വിചാരപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വേദനകൾ ദൈവം അനുവദിക്കുന്നതിൻ്റെ പുറകിലും ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. ലാസർ മരിച്ച് നാറ്റം വെച്ച് 4-ാമത്തെ പകലാണ് യേശു ചെല്ലുന്നത്. യേശുവിനറിയാം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്നെഴുതിയിരിക്കുന്ന വചനം പോലെ നാറ്റം വെച്ച അതേ ഭവനത്തെ ദേശത്തിൻ്റെ നടുവിൽ ഒരു ചരിത്രമായി മാറ്റാൻ യേശുവിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞ് കൽപ്പിക്കുമ്പോൾ മരിച്ചവൻ പുറത്തു വന്ന് നിൽക്കുകയാണ്. പിന്നെ എന്താണെന്ന് അവിടെ സംഭവിച്ചത്? ലാസറിനെ കാണാൻ വന്നവരെല്ലാവരും ആ അത്ഭുത പ്രവൃത്തി കണ്ട് വിശ്വസിച്ചു. ആ വാർത്ത കേട്ട് വന്നവരെല്ലാവരും വിശ്വസിച്ചു. നോക്കൂ, ഒരു കുടുംബത്തെ ചില വേദനകളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുമ്പോൾ യേശു കർത്താവ് ചിലരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാ. ചിലരെ രക്ഷയുടെ പാതയിലേക്ക് നടത്തുവാൻ, ചിലരെ വേദനയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു. നമ്മുടെ കർത്താവും കൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ അതികഠിനമായ വേദനകൾ ഉണ്ടായിരുന്നു. ചില വേദനകൾ, ചില ഭാരങ്ങൾ നമ്മുടെ കർത്താവും ചുമന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയാമോ, എൻ്റെ യേശു എന്നെ മറന്നിട്ടില്ല, എൻ്റെ യേശു എന്നെ കൈവിട്ടിട്ടില്ല. എന്നെ ഈ വേദനയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതിന് പുറകിൽ എൻ്റെ ദൈവത്തിന് ചിലരെക്കുറിച്ച് വിചാരമുണ്ട്. ചിലരെ എൻ്റെ ജീവിതത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുക, ഈ വേദന നിന്നെ തകർക്കുവാനല്ല, മുടിക്കുവാനല്ല, നിന്നെ പണിയുകയാണ്. നിന്നിലൂടെ അനേകരെ ദൈവം പണിയാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.